രാജകുമാര, അവസ്ഥ വളരെ മോശമാണ്. രണ്ടായാലും ഇദ്ദേഹം ഈ രാവ് കടന്നു കിട്ടിയില്ല. ഇവയെ ഒന്ന് കാണാതെ പോകാൻ പ്രാണൻ വിസമ്മതിക്കുന്നത് കൊണ്ടുള്ള യാതനയാണ് ശരീരം അനുഭവിക്കുന്നത്. കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ. നമസ്കാരം, ഞാൻ കൃഷ്ണകുമാറാണ്. ആ രാജശ്രീയുടെ ആത്രേയം എന്ന പുസ്തകത്തിലെ ഗതനും നിരമിതനും തമ്മിലുള്ള വർത്തമാനമാണ്. വർത്തമാനത്തിൻ്റെ ഇടയിലെ ഒരു സന്ദർഭമാണ് ഞാൻ നിങ്ങളോടിപ്പോൾ പറഞ്ഞ് കേൾപ്പിച്ചത്. കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച നോവലുകളിൽ ഒന്ന്. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനെന്ന വായനക്കാരൻ്റെ ഭാഷയിൽ അഭിപ്രായത്തിൽ പറഞ്ഞാൽ, സമുദ്രശ്രീക്ക് ശേഷം ഞാൻ വായിച്ച ഏറ്റവും മികച്ച നോവൽ അതാണ് ആത്രേയം എന്ന 571 പേജുള്ള ഈ പുസ്തകം. ആ രാജശ്രീ എഴുതുന്ന രണ്ടാമത്തെ പുസ്തകമാണിത്. ആദ്യത്തെ പുസ്തകം ഏതാണെന്ന് നിനക്കറിയാം. ഒരു എഴുത്തുകാരൻ എൻ്റെ അഭിപ്രായത്തിൽ ഒന്ന് എഴുതി കഴിഞ്ഞാൽ അതിന് മുകളിലാകണം അടുത്തത് എഴുതേണ്ടത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇത്. ആ രീതിയിൽ തൻ്റെ ആദ്യത്തെ എഴുത്തിനേക്കാൾ, ആദ്യത്തെ നോവലിനേക്കാൾ എന്തുകൊണ്ടും മുകളിൽ നിൽക്കുന്ന ഒന്ന് തന്നെയാണ് ആത്രേയം എന്നതിൽ തീർച്ചയായിട്ടും ആ രാജശ്രീക്ക് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 21 എഡിഷനുകൾ ഈ പുസ്തകമായിട്ടുണ്ട്. ഇറങ്ങി ഒരു വർഷമാകുന്നതിന് മുൻപ് 21 എഡിഷൻ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 571 പേജ് വരുന്ന വലിയൊരു പുസ്തകം 21 എഡിഷനുകൾ വായിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആളുകൾ വായിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ പുസ്തകത്തിൻ്റെ വലിപ്പം, ഈ പുസ്തകത്തിൻ്റെ ഭംഗി, ഈ പുസ്തകത്തിൻ്റെ എന്താ പറയുക, ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മലയാളത്തിൽ, ഇന്ത്യൻ സാഹിത്യത്തിൽ മഹാഭാരതം അടിസ്ഥാനമാക്കി നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ട്. ദ്രൗപദിയുടെ കാഴ്ചയിലൂടെയാണ് പ്രതിഭാറായി ദ്രൗപദി എന്ന പുസ്തകത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് മഹാഭാരതത്തെ കൊണ്ടുവരുന്നത്. എന്നാൽ ഇവിടെ വേദവ്യാസന് ശേഷം ശിഖണ്ഡി എന്ന കഥാപാത്രത്തെ, വ്യാസനോണമോ അല്ലെങ്കിൽ അതിനപ്പുറമോ കുറച്ച് ഘടിപ്പിച്ച് തന്നെയാണ് ഞാൻ പറയുന്നതെന്ന് പലർക്കും തോന്നിയേക്കാം. ഞാൻ പറയുന്നത് എൻ്റെ ചിന്തകളും എൻ്റെ കാഴ്ചപ്പാടുകളും മാത്രമായതുകൊണ്ട് എനിക്ക് സംസാരിക്കാമെന്ന് തോന്നുന്നു അതിനെക്കുറിച്ചിട്ട്. ശിഖണ്ഡി എന്ന കഥാപാത്രത്തെ നിരമിതൻ എന്ന ഒരു പുതിയ പേരിലൂടെ വളരെ ഭംഗിയായി തന്നെ രാജശ്രീക്ക് വരച്ചിടാൻ സാധിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ആത്രേയം എന്ന് പറയുന്ന സാങ്കല്പിക രാജ്യത്തെ തന്നെ, പഞ്ചാനത്തിൻ്റെ ഭാഗമായ ആത്രേയം എന്ന് പറയുന്ന സാങ്കല്പിക രാജ്യത്തെ തന്നെ എത്ര ഭംഗിയായിട്ടാണ് ശ്രീമതി രാജശ്രീ ഇത് എഴുതിയിരിക്കുന്നത് എന്നതും നമുക്ക് കാണാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. ഞാൻ ഒരുപാട് ഈ പുസ്തകത്തിൻ്റെ മുന്നിലേക്ക് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. പകരം ഈ പുസ്തകം പങ്കുവയ്ക്കുന്ന ചില
സാമൂഹിക അല്ലെങ്കിൽ സാമകാലിക ചിന്തകളുണ്ട്. ആ ചിന്തകൾ എന്ന് പറയുന്നത് നമ്മളൊക്കെയും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ്. ഇപ്പൊ പ്രധാനമായിട്ടും പാഞ്ചാലി വനവാസത്തിന് പോകുന്ന സമയത്ത് ഇവയെ തന്നെ മക്കളുടെ മേൽനോട്ടം എത്തിച്ചിട്ടാണ് പോകുന്നത്. അത് ഇവയെ ആത്രയത്തിൽ നിന്ന് എന്നത്തേക്കുമായി അകറ്റുന്നതും നമുക്ക് ഇവിടെ കാണാം. ഇവ അവിടെ കണ്ടത്, ഇവ അവിടെ നിന്നത് ഒരമ്മയ്ക്ക് കൊടുത്ത വാക്കിന്റെ പുറത്താണ്. പക്ഷെ അദ്വൈതയുടെ ഭൂരിഭാഗവും പ്രത്യേകിച്ച് ഭരൻ ചിന്തിക്കുന്നത് രാജകൊട്ടാരത്തെ സ്വാഭാവിക സൗകര്യങ്ങൾ അദ്വൈതത്തെയും തന്നെയും തന്നെ ഇവ മറന്നു പോകാൻ കാരണമായി അവർ അഹങ്കാരിയാണ് എന്നതാണ്. ശരിക്കും ഒരു മനുഷ്യൻ അവന്റെ ഉത്തരവാദിത്തങ്ങൾ, അവന്റെ ജോലികൾ ഒക്കെ കാരണം ഒന്ന് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ഉണ്ടായേക്കാവുന്ന ചില ചിന്തകൾ കൂടി എന്തേ ഇത് എന്നും എനിക്ക് തോന്നിപ്പോയി. ഇന്നത്തെ കാലത്ത് നമ്മൾ പലരെയും കുറിച്ച് പറയുന്ന ചില വർത്തമാനങ്ങളെ ഒന്ന് ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ എനിക്കുണ്ടായ ഒരു ചിന്തയാണ്. എന്നതുപോലെ സമകാലികമായ പല വിഷയങ്ങളെയും ശ്രീമതി രാജശ്രീ ഒരു പുസ്തകത്തിലൂടെ പങ്കുവെക്കുന്നുണ്ട്. ഇതുവരെ പുസ്തകം വായിച്ചിട്ടുണ്ടാകുന്നതിനെ വായിക്കുക, നിർബന്ധമായും വായിക്കേണ്ട, ഉറപ്പായും വായിച്ച് നിങ്ങളുടെ ലൈബ്രറിയിൽ വെക്കേണ്ട ഒരു പുസ്തകം കൂടിയുണ്ട്. ഞാനിത് വളരെ സ്ട്രോങ്ലി നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. താങ്ക് യു.